ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പച്ചരിയും ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതിൽ നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ വീട്ടിൽ നമുക്ക് എപ്പോഴും കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് തയ്യാറാക്കാൻ പറ്റും. പുറം വശം നല്ല ക്രിസ്പിയാണ് കേട്ടോ. അങ്ങനത്തെ ഒരു സ്നാക്സാണ്. ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുള്ളായി കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 250 ml കപ്പിന് ഒരു കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ലപോലെ കഴുകിയതിൻ്റെ ശേഷം 4 മണിക്കൂർ നേരം നമ്മളൊന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മിനിമം 4 മണിക്കൂറെങ്കിലും ഇത് വെക്കണം. ഇനി ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വാർത്ത് കളഞ്ഞിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരിയത്തെ വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഈ അരി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു കപ്പ് പച്ചരി ആയതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം അരച്ചെടുക്കാനുള്ളതേ ഉള്ളൂ. ഇതിലേക്ക് കൂടുതലായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ഞാനൊരു 1/4 കപ്പിൻ്റെ 1/2 കപ്പിൻ്റെ ഇടയിലായിട്ട് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണ്ട. നമ്മൾ അത്യാവശ്യം തിക്കായിട്ട് തന്നെ ഇത് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എത്രത്തോളം വെള്ളം കുറച്ചിട്ട് അരച്ചെടുക്കാൻ പറ്റുമോ അങ്ങനെ നമ്മൾ അരച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇത് നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു മിക്സ് കണ്ടോ, നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ അരച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് അതേ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഉരുളക്കിഴങ്ങാണ് ഇട്ട് കൊടുക്കുന്നത്. വേവിച്ച് വെച്ചതാണ്. അപ്പോൾ മീഡിയം സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങാണ്. ചെറുതാണെങ്കിൽ 3 എടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വേവിച്ചെടുക്കുക കേട്ടോ. സാധാരണ നമ്മൾ കുക്കറിലൊക്കെ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുമ്പോൾ 2 വിസിലടിക്കുമ്പോഴത്തേനും വെന്ത് കിട്ടും അല്ലേ. ഇത് 3-4 വിസിലടിപ്പിച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ല പേസ്റ്റായിട്ട് തന്നെ അടിച്ചെടുക്കുക. അതായത് ഇതിൽ ചെറിയ ചെറിയ പീസുകളൊക്കെ ഉണ്ടാകും, അതൊന്നും പാടില്ല. അതൊക്കെ നല്ല പോലെ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നല്ല പേസ്റ്റായിട്ട് നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് പച്ചരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ അരി വേറെയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് വേറെ ആയിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരി അരച്ചെടുക്കുമ്പോൾ തന്നെ അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും അരച്ചെടുക്കാം. ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഒരിക്കലും കൂടി പോകരുത് കേട്ടോ. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഈ ഒരു തവി വെച്ചിട്ട് ആദ്യം ഒന്ന് മിക്സാക്കി എടുക്കുക. ഈ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു മിക്സും അരിയുടെ മിക്സും നല്ല പോലെ ഒന്ന് യോജിച്ച് വരണം. ഇതിങ്ങനെ മിക്സാക്കുന്ന ഈ ഒരു സമയത്ത് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അതായത് ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു മിക്സ് ചേർത്തുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ബാറ്റർ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ കിട്ടിയിട്ടുള്ളത്. ഇത് സ്പൂൺ വെച്ചിട്ട് കോരി ഒഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അതായത് ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ആ ഒരു തിക്കാണ്. തവി വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സാക്കിയതിൻ്റെ ശേഷം വിസ്ക് വെച്ചിട്ടാണ് കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നത്. 2-3 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോഴേ ഉള്ളൂ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു പേസ്റ്റും അതുപോലെ തന്നെ അരി അരച്ചതും നല്ലപോലെ ഒന്ന് യോജിച്ച് വരുള്ളൂ. ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമ്മൾ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കുമ്പോൾ നല്ല പൊങ്ങി വരും. ഈ ഒരു മാവ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എല്ലാം റെഡിയാക്കിയതിൻ്റെ ശേഷം പെട്ടെന്ന് നമുക്ക് സ്നാക്സ് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ അതാ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറിയ രീതിയിൽ മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് പച്ചരി എടുത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുത്താൽ തന്നെ അത്യാവശ്യം ഉണ്ടാവും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കറിവേപ്പിലക്ക് പകരം മല്ലിയില ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ കറിവേപ്പിലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല. അതിന് പകരം മുളക് പൊടിയും അതുപോലെ തന്നെ ഉണക്കമുളക് ഉണ്ടാവില്ല, അതായത് വറ്റൽമുളകും അത് ചതച്ചതും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വറ്റൽമുളക് ചതച്ചത് ഞാനൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു സ്നാക്സ് തയ്യാറാക്കി വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം തന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ മിക്സാക്കി എടുക്കാം. ഈ ഒരു സമയത്ത് ഇതിൽ ഉപ്പിൻ്റെ അളവ് നോക്കുക കേട്ടോ. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനും. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എണ്ണ കുടിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഓയിൽ ഇപ്പോൾ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു മീഡിയത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒരു 10 സെക്കൻഡ് ആകുമ്പോഴത്തേനും ഇത് നല്ലപോലെ പൊങ്ങി വരും. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ പച്ചരി അരച്ചതാണ്. അപ്പോൾ അത് പെട്ടെന്ന് കുക്കായി കിട്ടും. അതുകൊണ്ട് ഇത് കൂടുതൽ സമയം എടുക്കൊന്നുമില്ല. ഈ ഒരു സ്നാക്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ പക്കവടയൊക്കെ ഇതുപോലെയാണല്ലോ തയ്യാറാക്കിയെടുക്കൽ. ആ ഒരു സമയമൊന്നും വേണ്ട കേട്ടോ. ഈ ഒരു സ്നാക്സ് തയ്യാറാക്കിയെടുക്കാൻ വളരെ കുറഞ്ഞ സമയം മാത്രം മതി. ഒരു സൈഡ് കളറ് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ അതാ ചെറിയ രീതിയിലൊക്കെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ആ ഒരു വശം കൂടെ കളറൊന്ന് ചെറുതായി മാറി തുടങ്ങിയാൽ നമുക്കിതിന്ന് കോരി മാറ്റാം. കൂടുതൽ സമയം ഓയിലിൽ വെക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ സമയം വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഓയിൽ കുടിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുക കേട്ടോ. വേറെ എങ്കിലും തിരിയരുത്. ചിലതൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറായപ്പോൾ ഞാൻ ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. പുറം വശം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മൾ ഇനി ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ എണ്ണ ചൂടാണെങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം പിന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നല്ല ചൂടിൽ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞിട്ട് ഉൾവശം കുക്കാകാതെ വരും. 1 കപ്പ് പച്ചരിയും 2 ഉരുളക്കിഴങ്ങും ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്നാക്സ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ ഇതും ഇവിടെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങും പച്ചരിയൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. പിന്നെ ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ളതൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്ന ചേരുവകളാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സാണ്. അപ്പോൾ ഇനി വൈകുന്നേരം ചായക്ക് സ്നാക്സ് ഒന്നും കഴിക്കാനില്ലെങ്കിൽ ഇതുപോലെ കുട്ടികൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുത്താൽ മതി. ഒരു 4 മണിക്കൂർ നേരം പച്ചരി വെള്ളത്തിലിടണം. ആ ഒരു സമയം മാത്രമേ ഉള്ളൂ. പിന്നെയൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഈ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഉപകാരപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.